അച്ചു ഡയലോഗ് പഠിച്ചാ? പഠിച്ചില്ലേ ഇതുവരെ? നിങ്ങൾ എന്തൊരു ഉത്തരവാദിത്തം? നിങ്ങൾ എന്തിനാ അസിസ്റ്റന്റായിട്ട് വെച്ചേ? ഇത്ര നേരം നിങ്ങൾ ഡയലോഗ് കൊടുത്താ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഈ ചീപ്പും കണ്ണാടി ഒന്ന് താത്തു പോയി. ആ മുഖം അവിടെ തന്നെ ഉണ്ടല്ലോ, ഇതൊന്ന് പഠിക്കും. നമ്മൾ കഷ്ടപ്പെട്ടല്ലേ പ്രൊഡ്യൂസർ നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു വിടും, ഒന്ന് പഠിപ്പിച്ചു വിടും. നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോടുള്ള നല്ല ഒരു ഇതുണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും നമുക്കിപ്പം ചേരിയിലുള്ള ഷൂട്ടില്ലേ, അപ്പൊ നമുക്ക് സെറ്റിൽ നമുക്ക് ലൈവായിട്ട് ഷൂട്ട് അപ്പൊ നല്ല ഒറിജിനാലിറ്റി തോന്നി. പക്ഷേ ചേരി ഞാൻ വരത്തില്ല. എന്നെ അവിടെ പഴയൊരു കലിപ്പുണ്ട്, ഓടിച്ചിട്ട് വെട്ടൂന്നൊക്കെയാ പറയുന്നത്. നോക്കട്ടെ, മെമ്പറുമായിട്ട് സംസാരിച്ചൊന്ന് ക്ലിയർ ചെയ്യാം. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കയറിയെങ്കിൽ ഡയലോഗ് നോക്കിയാ നോക്കി ഓക്കെയാണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നീ എന്നെ വെറുത്താലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കത്തില്ല. കാരണം എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് കടൽ പോലെയാണ്. ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് നമ്മളിത് ഉൾക്കൊണ്ട് പറയണം, നമ്മളിത് അഭിനയിക്കല്ല, നമ്മൾ റിയൽ ആവുകയാണ്. നിങ്ങൾ പ്രണയിക്കുക, നിങ്ങൾ പ്രണയിക്കുക. എന്തുകൊണ്ടാണ് നായക നായികയൊക്കെ പിന്നെ പ്രണയ വിവാഹമാവുന്നത്? അതുപോലെ പ്രണയിക്കും, മനസ്സിൽ പ്രണയിക്കാൻ അങ്ങോട്ട് അല്ലേ? നേരത്തെ പറഞ്ഞാണ് പ്രണയിക്കാന്. അതാ അപ്പൊ ചാടിയില്ല. അതൊക്കെ ഓക്കെ. ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ട്. പ്രണയിക്കാനൊക്കെ മുമ്പ് എനിക്ക് ഒരു കാര്യം ചെയ്യും, ഞാനെന്താ ഡയലോഗ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ അവനവിടെ വെണ്ടയ്ക്ക പോലെ ഇരിക്കുകയല്ലേ, പറഞ്ഞോട്. നിങ്ങൾ ആർക്കൊക്കെ വേണമെങ്കിലും ഡയലോഗ് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ ആക്ഷൻ പറയുമ്പോ എല്ലാം മുഖത്തും ഡയലോഗ് വായിന്ന് വീഴണം. അത് മതി. പഠിപ്പിക്കാന്ന് പറഞ്ഞാലും കുഴപ്പമാണോ? വാ. എവിടെ പോണ? എവിടെ പോണ? എവിടെ പോകുന്നു? വേണമെന്ന് അകത്തോട് വിടാൻ. എവിടെ പോണ? അകത്ത് കാതലനൊന്ന് കാണണം. ഏത് കാതല? കാതലനല്ല, കാതലൻ. തിരക്കഥാകൃത്ത് എന്റെ അളിയൻ, എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അയാളെ ഒന്ന് കാണാം. അകത്ത് പോകാൻ പാസ് ഉണ്ട്. പാസ് വേണം. പാസ് എടുത്തില്ല. ഒന്ന് പാസ് എടുത്ത് വിടില്ല. ഞാൻ അകത്ത് വിട്ട് കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. സാറേ ഒന്ന് സർക്കാർ സ്ഥാപനമാണ്. ഉള്ള സംഭവം പറയല്ല. പറയണം, പറ. അതെന്റെ അച്ഛൻ മരിച്ചു. എപ്പോ? രാവിലെ 7 മണിക്ക് റോഡിൽ കൂടെ നടന്നു പോവായിരുന്നു. തലവത്തിന് വീണ് മരിച്ചു. സംഭവം ശരിയാണ്. ഇവിടെ 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പോണ വഴിക്ക്. ഓ, ഈ വണ്ടിയിലാണ് പോണ. കാതനെ കൊണ്ടുപോകാൻ അല്ലേ? കാതന്റെ അല്ല, ഞാൻ ചോദിക്കട്ടെ, മരണം ഒരാൾ മരിച്ചു കിടക്കുന്നു, പിന്നെ ഏത് വണ്ടി? വഴി കണ്ട നമ്മുടെ ജയണ്ണന്റെ വണ്ടി പിടിച്ചോണ്ട് നിങ്ങൾ കയറി അങ്ങോട്ട് ഇറങ്ങി പോണെങ്കിൽ പോകണ്ടോ? പുറത്തോട്ട് ഇവിടെ അല്ലല്ല ഇവിടുത്തെ ഷൂട്ടിങ്ങിൽ എന്തോ ഇലക്ട്രിക്കലും വാട്ടർ വർക്സിന്റെ എന്തോ തകരാറുണ്ട്. അത് നന്നാക്കാൻ വന്നാണ്. അത് കാണുമ്പോ എനിക്കറിയാം നന്നാക്കാൻ വന്നതാണെന്ന് അറിയാം. ആർക്ക്? എനിക്കാ കൈക്കൂര് വാങ്ങിച്ചു വിടാന്ന് അറിയാമോ? ആ നല്ല പാർട്ടിയാണ്. കൈക്കൂര് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു രാവിലെ. പോണെങ്കിൽ വേറെ പണി നോക്ക്. 2 ചെറുത് അടിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അടിക്കാനോ എനിക്ക് തരാൻ 2 ചെറുത് അടിക്കാനുള്ള സംവിധാനം പറയണ്ടേ? നിർത്തിക്കോ ചെയ്യണ. കാതലെവിടെ? കാതലെവിടെ? എന്തോ പെയിന്റ് അടിക്കണ? വെറുതെ ഉള്ള തൂണിന് എന്തിനാ പെയിന്റ് അടിക്കണേ? ഷൂട്ടിങ്ങിന് കരിയർ മാറ്റി മറിക്കാൻ പറ്റുന്നത് ഈ ഒരു വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് ഏത് വികാരമാണത് വെളിയിൽ വരുന്നതെന്നുള്ളതാണ്. കാരണം സെന്റിമെന്റ്സ് ആണോ ഇനി നമുക്ക് നമസ്കാരം. നമസ്കാരം. അവിടെ അങ്ങോട്ടില്ല. എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു ത്വരയാണ് നായികയിൽ ഉണ്ടാകുന്നത്. നമസ്കാരം. നമസ്കാരം. അളിയനോ? എന്താണ് വികാരത്തിന്റെ കാര്യമൊക്കെ ഇരുന്ന് പറഞ്ഞത്? അല്ലേ, എന്റെ ഒരു വകയിലുള്ളൊരു കല്യാണം കഴിച്ചെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. വെള്ളം അടിച്ചോട്ട് അലിമ്പ് കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല. വെള്ളം അടിച്ചോട്ട് അലിമ്പ്? ഞാൻ വെള്ളം അടിക്കുന്നത് നിനക്കറിയാലോ. ഞാൻ വെള്ളം അടിക്കുന്നത് നിനക്കറിയാലോ. നീ എന്തോ ആയിരുന്നു ഇവിടെ? എന്താ വെച്ചത്? അത് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ സഹോദരിയെ ഞാൻ ഇവന് കൊടുത്തത്
വിശ്വാസത്തിലാണ്. അളിയാ. നീ ഇവിടെ ഇരുന്ന് എന്താണ് വികാരത്തിന്റെ കാര്യം പറഞ്ഞത്? അളി ഇത് തെന്നിന്ത്യയിലെ നായിക അളിയാ. തെന്നിന്ത്യയിലെ നായിക, തെന്നുന്ന നായികയാണോടാ തെന്നിന്ത്യയിലെ? നിനക്ക് എന്തിന്റെ അസുഖ? നീ എന്തിനാ ഇവിടെ തരിച്ചിരുന്നു? അളിയും വിചാരിക്കണം അളിന്റെ തടിക്കച്ചവടം അല്ലത്, ലക്ഷക്കണക്കിന് രൂപയുടെ സിനിമ ഷൂട്ട്. അതുകൊണ്ട് എന്ത് പോകത്തരാവാന്നാണ്? എന്ത് പോകുന്നത് ഡിസ്കഷനാണ്. ഞാൻ ഡയലോഗ് കുറച്ച് പഠിപ്പിക്കട്ടെ. ഡയലോഗ് പറഞ്ഞ് പഠിപ്പിക്കും. ഞാൻ ഇവിടെ വന്നപ്പോ കേട്ടത് വികാരത്തിന്റെ കാര്യം. ഇവിടെ മാറി എത്രയോ സ്ഥലമുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രം മാറി ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. വികാരം മുഖത്ത് വരുന്നത് നിനക്ക് എന്തിന്റെ അസുഖമാണ്? നീ ഇങ്ങനെ ഒന്നും കാണിക്കണ്ട. മുഖത്ത് വരുന്ന വികാരം. എന്താ ഇവിടെ എന്താ? അല്ലെ എന്റെ ഒരു അളിയനാണ് പുള്ളി. എന്റെ ഒരാളിയാണ്, നിന്റെ ഒരാളിയാണ്. എന്റെ സഹോദരിയുടെ ഭർത്താവാണ്, എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. പറ്റിപ്പോയി. നിങ്ങൾക്ക് എന്താ ലൊക്കേഷനിലെ കാര്യം എന്താണ്? ലൊക്കേഷനിൽ എന്താ കാര്യം? അളിയന്റെ കാര്യം ചോദിക്കാൻ വന്നാൽ നീയാണോ ചോദിക്കാൻ? കോഴിക്കോട് കൺട്രോൾ, കോഴിക്കോട് പോലീസിനെ വിളിക്കട്ടെ. ആദ്യം പോലീസിനെ. പോലീസ് വരുമ്പോ ഞാൻ പറയാം, ഇവിടെ നായികയുമായിട്ട് നിങ്ങളുടെ ഈ എഴുത്തുകാരൻ എന്തോ ആണ് ആവശ്യം. ഇവിടെ ഞാൻ നോക്കിയപ്പോ തനിച്ചിരുന്നു. നിങ്ങളൊരു ഡയറക്ടർ ഇങ്ങനെ തനിച്ചൊരു അവസരം ഒരുക്കരുത്. മനുഷ്യന്റെ വികാരം വരുന്ന എപ്പോഴാണ്? സാഹചര്യം വരുമ്പോ. ഇവര് തനിച്ച് ഈ കാട്ടിനുള്ളിൽ, ഈ പൊന്തക്കടായ്ക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് വികാരം വരുന്നത്. വികാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. മുഖത്ത് വരുന്ന വികാരം, മുഖത്ത് വരുന്ന വികാരം തന്നെ ശരീരത്തിൽ വരുന്ന വികാരം. എന്റെ പൊന്നു സുഹൃത്തേ, ആ വികാരമല്ല ഈ വികാരം. ഞാൻ ഉദ്ദേശിച്ച വികാരമല്ല അളി ഉദ്ദേശിക്കുന്ന വികാരം. എന്റെ വികാരവും നിന്റെ വികാരവും ഒന്നും എന്നടാ. എനിക്ക് മനസ്സിലാവും. പെണ്ണും ആണും കൂടെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മഴ ഒളിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വികാരം. എന്റെ പൊന്നളിയ അല്ല, ഒരു കാര്യം പറയും. ഈ കാതന് സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു കൊടുത്തേ കുട്ടിക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. അതുപോട്ടെ, ശരി. സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു, ഡയറക്ടർ നീ വേണ്ടത് ആരും ഒന്നും വേണ്ട. ശരി, സ്ക്രിപ്റ്റ് പഠിപ്പിച്ച സ്ക്രിപ്റ്റ് പഠിച്ചു കൊടുത്തു. ശരി, സമ്മതിച്ചു. എന്റെ വീട് തൊട്ടടുത്താണ്. അപ്പൊ ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോ അളിയൻ വന്ന് എന്റെ അടുത്ത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ടോ? എന്റെ വീട്ടിൽ വന്ന അളിയ, ഇവിടെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്, അളിയന്റെ അനുഗ്രഹം വേണം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങളുടെ അളിയനാണെങ്കിൽ നിങ്ങൾ അറിയിക്കില്ലേ? എന്റെ അസോസിയേറ്റ് ആണ്. ശരിയല്ല. വെള്ളത്തിന്റെ വെള്ളം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ മദ്യപാനികളെ പുച്ഛിച്ചോ? ഇവിടെ നോക്കിക്കോടാ, ഈ മദ്യപാനികളായിരിക്കും ഇവിടെ നാട് ആര് ഭരിക്കണമെന്ന് അടുത്ത ഇലക്ഷൻ കാണിച്ചു തരാം. ഞങ്ങള് അടുത്ത ഇലക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബാറുകളെല്ലാം തുറക്കും. ഇവിടെ ബാറുകളെല്ലാം തുറക്കും. ബെവറേജസ് ഇനി നീക്ക് പൂട്ടിക്കില്ലടാ. ബെവറേജസ് ആൾക്കാരാണ് പൂട്ടിക്കുന്നത്. വേറെ കാര്യമുണ്ട്. കേരളത്തിലെ ബാറും മുറികളും പൂട്ടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് പിന്നെ അവിടെ കുടിക്കും. അതാണല്ലോ, സ്വന്തമായിട്ട് മാറ്റി കുടിക്കും. മാറ്റി കുടിക്കും. സ്വന്തമായിട്ട് മാറ്റി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മാറ്റി കുടിക്കലാണോ പ്രശ്നം? ഈ ചങ്ങനെ പറഞ്ഞു വിട്. ശരി, പറഞ്ഞു വിടാ. ഞാൻ ഇവിടെ കിടക്കും. എവിടെങ്കിലും പോരണോ അടിച്ച് എവിടെയും പോയി കേടാ. നിന്റെ അളിയന് ചില്ലറ തന്ന് ഒതുക്കി വിടാൻ നോക്കണോടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്നെ അടിക്കലിയ അതും പോയി. എന്നെ ചില്ലറ ഒന്ന് ഒതുക്കി വിടാൻ നോക്കണം. നടക്കില്ലടാ. എനിക്ക് രണ്ടിലൊന്നും അറിയണം. വേറെ ഒന്നുമല്ല. ഡയറക്ടർ ഇല്ലേ? ഞാൻ ഡയറക്ടറാണ്. ഡയറക്ടർ ന്യായമാണെങ്കിൽ പറയണം. നിങ്ങൾ എടുക്കണം. എന്റെ സഹോദരിയെ യവനെ വിശ്വസിച്ചാണ് ഞാൻ കെട്ടിച്ചയച്ചത്. അപ്പൊ അവളുടെ ഭാവിയെ ബാധിക്കുന്ന എന്തെങ്കിലും ഇവിടെ നടക്കുന്ന എനിക്ക് ഇഷ്ടമാവോ? നിങ്ങളൊരു അളിയനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഈ ബന്ധങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയണം. നീ മാപ്പോ കോപ്പോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഷൂട്ടിംഗ് നടക്കണം അവിടെ. നടക്കണമല്ലോ, ഷൂട്ടിംഗ് നടക്കണമല്ലോ. ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ എന്നെ മെരിക്കണം. ഞാനല്ലാതെ എന്നെ പോലീസിനെ എന്താ പറഞ്ഞത്? അത് വെറുതെ പറഞ്ഞ അത് പുള്ളി നീ എന്നെ അങ്ങ് പോലീസിൽ നിന്ന് അങ്ങ് ഉരുട്ടിക്കളയെങ്കിൽ എടാ, പോലീസ് എത്ര കേസുണ്ടെന്നറിയാം, എത്ര പ്രാവശ്യം ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടെന്ന് അറിയാം. എടാ, ഞാൻ പോവും ജാമ്യത്തിൽ ഇറങ്ങും, ഞാൻ പോവും ജാമ്യത്തിൽ ഇറങ്ങും. അറിയാം, എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ ആളുണ്ട്. എന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ എത്ര അലവലാതെ അറിയാം. എവനാണ് നമ്പർ 1. ഈ ഡയറക്ടർ അവനെ വിളിക്കുന്നത് ഞങ്ങൾ സംഘടനയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സംഘടനയുടെ കാര്യം പറയാതെ നാണക്കേട്. ഓരോന്നും ഓരോ 10 തട്ടിലല്ലേ നിങ്ങളുടെയൊക്കെ സംഘടന. സംഘടന ഉണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിക്കില്ല. അളിയ ഞാൻ കാര്യം പറഞ്ഞു. ഇപ്പൊ അളിയ എന്താണ് വേണ്ടത്?
വെറുതെ തമാശ പറഞ്ഞ എന്റെ കൂടെ വന്നു നീ അടിക്കും. ഒന്നും അടിച്ചില്ലല്ലോ. നീ വെറുതെ അടിച്ചോ? എരുതിയിൽ എണ്ണ ഒഴിക്കാനടേ, എരുതിയിൽ എണ്ണ ഒഴിക്കലടേ. ഒരു പ്രശ്നം അടിച്ചില്ല. കാര്യം പറഞ്ഞതാ. ഇവിടെ ആരും അടിച്ചിട്ടില്ല. ഇവിടെ ആരും അടിച്ചില്ല. ആരാ? ആ, കണ്ടോ? അവനെ വെറുതെ വിടില്ല. അവനെ ഇന്ന് ഞാൻ പറഞ്ഞു വിടും. നിങ്ങളുടെ കാലം ഞാൻ പിടിക്കാം. എന്റെ സിനിമ ശരി, ഒരു കാര്യം, എന്ത് കോംപ്രമൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് ഈ ഷൂട്ടിംഗ് വൈകുന്നേരം വരെ കാണണം. എന്താണെന്ന് വെച്ചിരുന്നാൽ ഇവിടെ നടക്കുന്നതില് വേറെ അപാകതയൊന്നും ഇല്ല എന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ സഹോദരടുത്ത് പറയണം. അതായത് നിങ്ങളുടെ അടുത്തൊക്കെ വളരെ സഹോദരിമാരെ പോലെയാണ് പെരുമാറുന്നത് അവിടെ ചെന്ന് പറയണം. ഉറപ്പല്ലേ? ഉറപ്പാ, അതെനിക്ക് ബോധ്യപ്പെടണം. ഞാൻ ചേടേ അങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ തന്നെ ഞാൻ തെറ്റുകൾ വെള്ളമടിക്കാരെ എല്ലാം മനസ്സുകൊണ്ട് നല്ലവരാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം, കണ്ടീഷൻ നമ്പർ 2, എനിക്ക് തെറ്റില്ലാത്തൊരു വേഷം വേണം. അത് ഞാൻ കോസ്റ്റ്യൂമർ അടുത്ത് പറയും, നല്ലൊരു പഴയ പാൻറ് ഉടുപ്പുണ്ട്. പഴയ പാന്റ് ഷർട്ട് എടുക്കാനോ? എനിക്കിതിൽ റോള് വേണം. പിന്നെ അവന് ഒരു ചെറിയ വേഷം കൊടുക്കും. എന്തോന്ന് കാതറയത്? ഷൂട്ടിംഗ് കാണാൻ വന്ന ഇയാൾക്ക് അഭിനയിക്കാൻ വന്ന് എന്തുവാണ് റോള് തന്നിട്ട് ഞാൻ പോണുള്ളൂ. ഇല്ലേ നീ പോലീസിനെ വിളി. പോലീസ് വന്നാൽ ഞാൻ ഇവിടെ സത്യാഗ്രഹം കിട്ടും. അറിയാം, തെറ്റില്ലാതെ അഭിനയിക്കുമ്പോൾ തെറ്റായിരുന്നാ മതി. ശരി, ഈ കണ്ടീഷൻ ഓക്കെ ആണ്. അല്ലെങ്കിൽ നീ പോലീസിനെ വിളിക്കും. എഡിറ്റ് ചെയ്ത് കളയാലോ. എഡിറ്റ് ചെയ്ത് കളയാലോ. പിന്നെ ഒരു വേഷം കൊടുക്കും, പിന്നെ ശല്യം ഉണ്ടാകും. ഉറപ്പാണ് ഇപ്പോഴത്തേക്ക് പ്ലീസ്. ഞാൻ കാലം ഓർത്ത് മാത്രമാണ്.